മലയാള കലണ്ടറിലെ അവസാന മാസമാണ് കർക്കിടകം. പലരും ഈ മാസത്തെ പഞ്ഞമാസം എന്നും രാമായണ മാസം എന്നും വിളിക്കാറുണ്ട്. എന്നാൽ കർക്കിടകം വെറും ഒരു മാസമല്ല. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പുതുജീവൻ നൽകാൻ നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയ ജീവിതശൈലിയാണ് ഈ മാസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്കറിയാം കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഈ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണം, ഒരു ദിവസം എങ്ങനെ ആരംഭിക്കണം, ഈ ആചാരങ്ങളുടെ ആരോഗ്യപരവും ആത്മീയപരമായ പ്രാധാന്യം എന്താണ്. ആദ്യമായി കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മഴ ശക്തമായി പെയ്യുന്ന കാലമാണ് കർക്കിടകം. പണ്ടുകാലത്ത് കൃഷി കുറയുകയും ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തതിനാണ് ഇതിനെ പഞ്ഞമാസം എന്ന് വിളിച്ചിരുന്നത്. അതേസമയം ഈ മാസത്തിൽ ആത്മീയ ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പാരമ്പര്യവും പറയുന്നു. അതുകൊണ്ടാണ് വീടുകളിലൊക്കെയും അധ്യാത്മ രാമായണം വായിക്കുന്ന പതിവ് രൂപപ്പെട്ടത്. അതിനാലാണ് കർക്കിടക മാസം രാമായണ മാസം എന്ന പേരിലും അറിയപ്പെടുന്നത്. കർക്കിടകത്തിൽ ഒരു ദിവസം എങ്ങനെ തുടങ്ങണം? രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുളിച്ച് ശുദ്ധിയോടെ ദീപം തെളിയിക്കുക, സാധ്യമെങ്കിൽ വിഷ്ണു ഭഗവാനെയും ശ്രീരാമനെയും പ്രാർത്ഥിക്കുക. അതിനുശേഷം അധ്യാത്മ രാമായണത്തിൽ ഒരു ഭാഗമെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാം. 5 മുതൽ 10 മിനിറ്റ് വരെ ധ്യാനം ചെയ്യുന്നതും മനസ്സിന് നല്ലതാണ്. ദിവസം മുഴുവൻ കഴിയുന്നത്ര ശാന്തതയും ക്ഷമയും പാലിക്കാൻ ശ്രമിക്കുക. ഈ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? രാമായണ പാരായണം. കർക്കിടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് രാമായണ പാരായണം. ഇത് കുടുംബത്തിൻ്റെ ഐക്യവും മനഃശാന്തിയും നൽകുമെന്നാണ് വിശ്വാസങ്ങൾ. അടുത്തതായി ദാനധർമ്മങ്ങൾ ചെയ്യാം. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, ആവശ്യമുള്ളവർക്ക് വസ്ത്രം നൽകുക, കഴിയുന്നത്ര സഹായം നൽകുക. അടുത്തത് ആരോഗ്യ സംരക്ഷണം. ആയുർവേദം ഈ കാലത്തെ ശരീരശുദ്ധിക്ക് അനുയോജ്യമായ സമയമായി കണക്കാക്കപ്പെടുന്നു. പലരും കർക്കിടക കന്നി പോലുള്ള പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. വ്യക്തിഗത ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഭക്ഷണക്രമം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. എന്നാൽ ഈ കർക്കിടക കന്നിയുടെ പ്രാധാന്യം എന്താണ്? പല ഔഷധ ചെടികളും ധാന്യങ്ങളും ചേർത്താണ് പരമ്പരാഗതമായി കർക്കിടക കന്നി തയ്യാറാക്കുന്നത്. മഴക്കാലത്ത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ പ്രത്യേക ആരോഗ്യ പ്രശ്നമുള്ളവർ ഡോക്ടറുടെയോ പോഷകാഹാര വിദഗ്ധൻ്റെയോ നിർദ്ദേശം തേടുന്നത് നല്ലതാണ്. ഈ മാസത്തിൽ നമ്മൾ എന്തെല്ലാം ഒഴിവാക്കണം? പാരമ്പര്യ വിശ്വാസങ്ങൾ പ്രകാരം അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക, കോപം നിയന്ത്രിക്കുക, അമിത ചെലവ് ഒഴിവാക്കുക, ശരീരത്തെ അവഗണിക്കാതിരിക്കുക, വൃത്തിയായി വീടും പരിസരവും സൂക്ഷിക്കുക. അടുത്തതായി കർക്കിടക മാസത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഈ മാസത്തിൽ ആചാരങ്ങൾ പിന്തുടരുന്നത് വഴി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ചില ഗുണങ്ങൾ ഇവയെല്ലാമാണ്. മനസ്സിന് ശാന്തി ലഭിക്കും, കുടുംബത്തിന് ഐക്യം, ആത്മീയ ചിന്തകളുടെ വളർച്ച, ക്രമമായ ജീവിതശൈലി, മഴക്കാലത്ത് ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള അവസരം. ഇവയിൽ ചിലത് മതപരമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതും ചിലത് ആരോഗ്യപരമായ ശൈലിയുമായി ബന്ധപ്പെട്ടതുമാണ്. കർക്കിടകം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മാസമാണെന്നല്ല പ്രധാനം, പകരം നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഈ മാസം. നമ്മുടെ ചിന്തകൾ, ശീലങ്ങൾ, ആരോഗ്യ പരിപാലനം, കുടുംബ ബന്ധങ്ങൾ, ആത്മീയ ജീവിതം എന്നിവയെ പുതുക്കി ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്: കർക്കിടകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സമയം കണ്ടെത്തണം. പ്രാർത്ഥനയും നല്ല ചിന്തകളും കരുണയും ആരോഗ്യപരമായ ജീവിതശൈലിയും ചേർന്നാൽ ഓരോ ദിവസവും നല്ല ദിവസമാക്കാൻ നമുക്ക് കഴിയും. ഈ കർക്കിടക മാസം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരം അറിവുകൾ നിറഞ്ഞ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.